ഹലോ, ഇപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഹോസ്പിറ്റലിലെ നെസ്റ്റോ വ്ളോഗാണ്. അപ്പോൾ കുറച്ചായിട്ട് ഇതാ പപ്പൂസിന് ഇപ്പോൾ ഭയങ്കര ചുമ കേട്ടോ. രാത്രി ടൈമിലൊക്കെ കേട്ടോ കൂടുതൽ കിടക്കുന്ന ടൈമിലൊക്കെ. ഞാൻ മുന്നേ കാണിച്ചിരുന്നു, MKGയിൽ കാണിച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ അലർജി പ്രശ്നം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഡിസിനൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ അത് നിർത്തി വെച്ചിരുന്നു കേട്ടോ. എപ്പോഴും അലർജീൻ്റെ ഇതിങ്ങനെ കുടിക്കുന്ന അത്ര ഇതല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിർത്തിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോഴും ആ ഒരു ചുമ ഭയങ്കരമായിട്ട് കൂടിയിരിക്കണ. ക്ലാസ് ടൈമിലും സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ. അങ്ങനെ പിന്നെതാ ഞാനതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ആസ്റ്റർ മിംസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, കോട്ടക്കൽ. മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസൻഫർ ഷേഖ് ഡോക്ടറൊക്കെ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കഫം കെട്ടി നിൽക്കുന്ന പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് തന്നെ ആവുമെന്ന് വെച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ അതിനായിട്ട് ബ്ലഡൊക്കെ അവിടെ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആ ടൈമിലായിട്ട് നമ്മൾ നെസ്റ്റോയിൽ പോകുന്നതാണ് കേട്ടോ. 2 മണിക്കൂർ ഏതായാലും റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ച് വരലും റിസ്ക്കാണ്. അങ്ങനെ അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണല്ലോ നെസ്റ്റോ വരുന്നത്. അപ്പോൾ നെസ്റ്റോക്ക് പോകാമെന്ന് വെച്ചാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്താൽ തന്നെ നെസ്റ്റോ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയാണ് അനിയത്തിയും കൂടെ കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തി കൂടെ ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കും കുറവുണ്ട്. ഞാൻ മുന്നേ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. അതായത് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുണ്ടൂരിൽ നിന്ന് ഉമ്മയും ഉപ്പയും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് സാധനങ്ങളോ ഒന്നും നോക്കാനൊന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. നല്ല തിരക്ക് കുറവുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് വരാൻ തന്നെയുള്ള റീസൺ സോയിക്ക് ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് എടുക്കാൻ റിസ്ക് ആണല്ലോ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സിങ് റൂമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല പ്രൈവസി ഉണ്ട്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് അങ്ങനെ നടന്നെങ്കിലും ആൾ ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ ആണെങ്കിലും 10 മണിക്കായിരുന്നു ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുള്ള ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നപ്പോൾ ആൾക്ക് ഫുഡൊന്നും നേരത്തെ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്താണ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് വയറൊക്കെ ഫുള്ളാക്കി ആളെ നോക്കിയാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് കറങ്ങുന്നത് കേട്ടോ. കാരണം ഓൾക്ക് ഫുഡ് കൊടുക്കുന്നവരെ ആൾ ഒരു കരച്ചിലും ഇതൊക്കെ തന്നെയായിരുന്നു. വിശന്നിട്ടാണ് തോന്നുന്നുണ്ട്. രാവിലെ ഉറക്ക് വന്നിട്ടും അതിൻ്റെ ഇതൊക്കെ ഒരു പൊറുതിയേടും കാര്യങ്ങൾ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കൊടുത്തപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് നടക്കുന്നതാണ്. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര രസമാണല്ലോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വന്നപ്പോൾ. അപ്പോൾ മേലെ ഒന്ന് കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ മുകളിൽ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങിട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ താഴെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ട്. ഡയറി മിൽക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാര്യമായിട്ട് ഭയങ്കര തിരച്ചിലായിരുന്നു. അവസാനം വാങ്ങിയിട്ടുള്ളത് ഒരു ഡയറി മിൽക്ക് തന്നെയാണ് കേട്ടോ, സിൽക്കായിരുന്നു. പിന്നെ പപ്പൂസിന് ഓനക്ക് ആവശ്യപ്പെട്ട ഓന് കിൻഡർ ജോയും ഓൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടൈമാണെങ്കിൽ 12:30 കഴിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പിൻ്റെ വിളി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ കറിയിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ലഘുവായിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് 10 മണിക്ക് ഇവിടെ എത്തണമെന്നും പറഞ്ഞതായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. ഡോക്ടർ കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ, 11:30 വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങിയതായിരുന്നു. പിന്നെ അങ്ങനെ വന്ന പാടിയതാ നമ്മൾ നെസ്റ്റോയിൽ എത്തിയപാടിന് എല്ലാവർക്കും ഓരോ മിനി ബോട്ടിൽ ജ്യൂസൊക്കെ വാങ്ങിക്കുടിച്ചു. അത് കഴിഞ്ഞാണ്ട് പിന്നെ സ്നാക്സൊക്കെ നോക്കുന്നതാണ് കേട്ടോ. സ്നാക്സായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. ഓവർ ടൈമൊന്നും ആയിട്ടില്ല, 12:30 ലൈറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ റൈസൊന്നും വേണ്ടതെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ചിക്കൻ ഐറ്റംസോ അല്ലാന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ട് നേരെ പാക്ക് ചെയ്താണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ.
പിന്നെ ഇറങ്ങാൻ നേരത്തെ അനിയത്തി പോയിട്ട് ഒരു ഗാലക്സിൻ്റെ പാക്കറ്റും അതേപോലെ ഒരു കിൻഡർ ജോയ് വാങ്ങിയിട്ടോ. ഹൈക്കും മനുവിനും വേണ്ടിയിട്ട് നമ്മളൊക്കെ കഴിച്ചതാണല്ലോ ചോക്ലേറ്റും അതേപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അവർക്കും സ്കൂളിൽ പോയതല്ലേ രണ്ടാളും, അപ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ എന്ന് വെച്ചിട്ട് അവർക്ക് രണ്ടാൾക്കും അതൊക്കെ വാങ്ങിയിട്ടോ. അപ്പോസ് പിന്നെ കിൻഡർ ജോയ് വാങ്ങിയതുകൊണ്ട് ഹൈക്ക് കിൻഡർ ജോയ് തന്നെ വേണ്ടി വരും. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറൊക്കെ ഇപ്പോൾ കഴിഞ്ഞിങ്ങനെ. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിങ്ങനെ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. 3 മണിക്കാണ് ഇനിയിപ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതുവരെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ ഡോക്ടർ വന്നതിന് ശേഷം അതാ കാണിച്ചു. അപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് നല്ല അലർജിൻ്റെ പ്രശ്നമാണ് കേട്ടോ കാണുന്നത്, കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് 1 മന്തിനുള്ള മെഡിസിനൊക്കെ എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നോക്കാം. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ.